പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിതലം ലളിതത്തിന്റെ 13-ാം അധ്യായത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ നടത്തേണ്ട പ്രഖ്യാപനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഏതെല്ലാം സമയത്താണ് അവ നടത്തേണ്ടതെന്നും അത് രേഖപ്പെടുത്തി എങ്ങനെ സൂക്ഷിക്കണമെന്നും നമുക്ക് പരിചയപ്പെടാം. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ 3 ഘട്ടങ്ങളിലാണ് ഉണ്ടാവേണ്ടത്. പോളിംഗ് ആരംഭിക്കുമ്പോഴും പോളിംഗ് അവസാനിപ്പിക്കുമ്പോഴും ഇതിനു പുറമെ എപ്പോഴെങ്കിലും പുതിയ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോഴും ഈ പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ട്. പോളിംഗ് സമയത്തെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ ഫോം N10A ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് എന്നതിലാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്. അതിൻ്റെ ആദ്യ ഭാഗം പോളിംഗ് ആരംഭിക്കുമ്പോഴുള്ള പ്രഖ്യാപനമാണ്. ഈ ആദ്യ ഭാഗത്തിന്റെ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചും തിരഞ്ഞെടുപ്പ് തീയതിയെ സംബന്ധിച്ചും ആദ്യം രേഖപ്പെടുത്തേണ്ടതുണ്ട്. പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രിസൈഡിംഗ് ഓഫീസർ 5 കാര്യങ്ങളാണ് പ്രഖ്യാപിക്കേണ്ടത്. 1, മോക്ക് പോൾ നടത്തിയിട്ടുണ്ടെന്നും മോക്ക് പോളിന് ശേഷം ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്ത് അതിലെ എല്ലാ വോട്ടുകളും കളഞ്ഞിട്ടുണ്ടെന്നും ഏജന്റുമാരെ ബോധ്യപ്പെടുത്തണം. രണ്ടാമത്തേത്, മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടർ റോളിൽ പോസ്റ്റൽ ബാലറ്റ് അല്ലാതെ മറ്റൊരു മാർക്കിങ്ങുകളും ഇല്ല എന്നും. മൂന്നാമതായി, വോട്ടർ രജിസ്റ്ററിൽ യാതൊരു തരത്തിലുള്ള എൻട്രിയും നേരത്തെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നും. നാലാമതായി, പ്രിസൈഡിംഗ് ഓഫീസറുടെയും ഏജന്റുമാരുടെയും ഒപ്പ് സ്പെഷ്യൽ ടാക്സ് സ്ട്രിപ്പ് സീൽ, ഗ്രീൻ പേപ്പർ സീൽ തുടങ്ങിയവയിൽ ഉണ്ടായിട്ടുണ്ടെന്നും അവയുടെ സീരിയൽ നമ്പർ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പ്രിസൈഡിംഗ് ഓഫീസർ ഫോം N10A പാർട്ട് 1 ഒപ്പുവെച്ച് പേര് രേഖപ്പെടുത്തുകയും തുടർന്ന് അതിനു കീഴെയായി പ്രിസൈഡിംഗ് ഓഫീസർ ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങിച്ച് ഓരോ ഏജന്റും ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൂടി രേഖപ്പെടുത്തേണ്ടതുണ്ട്. തുടർന്ന് തീയതി രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒരിക്കൽ കൂടി ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഫോം N10A പാർട്ട് 2 മറ്റൊരു EVM ഉപയോഗിക്കുമ്പോൾ രേഖപ്പെടുത്തേണ്ടതാണ്. അതിൻ്റെ ആദ്യ ഭാഗത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് തീയതിയുമാണ് രേഖപ്പെടുത്തി വെക്കുന്നത്. പുതിയ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചപ്പോൾ ആ വോട്ടിംഗ് മെഷീനിൽ മോക്ക് പോൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ യാതൊരുവിധ വോട്ടുകളും ഇല്ല എന്നും അതുപോലെ തന്നെ സ്പെഷ്യൽ ടാക്സ് സ്ട്രിപ്പ് സീൽ, ഗ്രീൻ പേപ്പർ സീൽ എന്നിവയിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ചിട്ടുണ്ടെന്നും അതിൻ്റെ സീരിയൽ നമ്പറുകൾ പോളിംഗ് ഏജന്റുമാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നുമുള്ള പ്രഖ്യാപനം നടത്തി അതിന് താഴെയായി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ച് പേരും രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഒപ്പിന് കീഴെയായി സന്നിഹിതരായ ഏജന്റുമാരുടെ ഒപ്പും അവരേത് സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിക്കുമെന്നും രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിനുശേഷം തീയതി രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒരിക്കൽ കൂടി ഒപ്പ് രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ മൂന്നാമത്തെ പ്രഖ്യാപനം പോളിംഗ് അവസാനിക്കുന്ന സമയത്താണ് നടത്തേണ്ടത്. ഫോം N10A പാർട്ട് 3 ഈ പ്രഖ്യാപനങ്ങൾ രേഖപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതുണ്ട്.
പോളിംഗ് അവസാനിപ്പിച്ചുവെന്നും ഈ ഫോറത്തിന്റെ താഴെ കാണിച്ചിരിക്കുന്ന ഏജന്റുമാർക്ക് ഫോം 24A അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡറിന്റെ കോപ്പി നൽകിയെന്നും അതുപോലെ തന്നെ പോളിംഗ് ഏജന്റുമാരുടെയും തന്റെയും സീൽ എല്ലാ ഭാഗത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുന്നത്. ഫോം N10A മൂന്നാം ഭാഗത്ത് തുടർന്ന് ഏജന്റുമാരുടെ ഒപ്പും ഏത് സ്ഥാനാർത്ഥിയെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നും രേഖപ്പെടുത്തി വാങ്ങേണ്ടതുണ്ട്. ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ ഫോം 24A കൈപ്പറ്റിയിട്ടില്ല എങ്കിൽ ആ ഏജന്റിന്റെ പേരും ആ സ്ഥാനാർത്ഥിയുടെ പേരും തുടർന്നുള്ള ഭാഗത്തും രേഖപ്പെടുത്തേണ്ടതുണ്ട്. സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി സമയവും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ പാർട്ട് 3 പൂർത്തീകരിക്കേണ്ടതുണ്ട്. ത്രിതലം ലളിതത്തിന്റെ 13-ാം അധ്യായത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ പ്രഖ്യാപനങ്ങൾ ഡിക്ലറേഷൻസ് സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ കൃതജ്ഞത.